ഹലോ, ഞാൻ അഞ്ജന. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയെക്കുറിച്ചുള്ള നമ്മുടെ വീഡിയോയുടെ പാർട്ട് 2 ആണിത്. നമ്മളുടെ ഓരോ പ്രാർത്ഥനകളും അതേപോലെ നമ്മളിൽ നിന്നും പുറത്തു വരുന്ന ഓരോ വാക്കുകളും വിത്തുകളാണെന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായിട്ടും ഓർക്കേണ്ടതാണ്. നമ്മളെപ്പോഴും നമുക്ക് വേണ്ട കാര്യങ്ങൾ തന്നെയാണ് ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാത്തത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ? അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നമുക്ക് വേണ്ട എന്ന് തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെ കുറിച്ചായിരിക്കും കൂടുതൽ സമയവും ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പ്രാർത്ഥനയിൽ നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ കടന്നു വരുന്നു. ഉദാഹരണത്തിന്, എനിക്ക് സാമ്പത്തിക ഉയർച്ച തരണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം പല ആളുകളും പ്രാർത്ഥിക്കുന്നത് എന്നെ സാമ്പത്തിക കടബാധ്യതകളിൽ നിന്നും രക്ഷിക്കണേ എന്നാണ്. എനിക്ക് പൂർണ്ണ ആരോഗ്യം തരണേ എന്നതിന് പകരം എന്നെ ഈ എല്ലാ അസുഖങ്ങളിൽ നിന്നും അതേപോലെ മാറാവ്യാധികളിൽ നിന്നും രക്ഷിക്കണേ എന്നാണ് പല ആളുകളും പ്രാർത്ഥിക്കാറുള്ളത്. അതുപോലെ എനിക്ക് സന്തോഷമുള്ള ലൈഫ് തരണേ എന്ന് പറയുന്നതിന് പകരം എന്റെ ജീവിതം ഒരുപാട് ദുരിതത്തിലാണ്, അതിൽ നിന്ന് എന്നെ ഒന്ന് കരകയറ്റി തരണേ എന്നാണ് പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. അതായത് നെഗറ്റീവ് വാക്കുകളുടെ പെരുമഴ തന്നെ അല്ലെ. തീരാവ്യാധികൾ, കടം, അതേപോലെ എന്താ പറയാ, നമ്മുടെ ജീവിതം ദുരിതത്തിലാണ്. ഇങ്ങനെ ദുരിതം, കടം, തീരാവ്യാധി ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ നെഗറ്റീവ് വാക്കുകൾ തന്നെ നമ്മൾ കൊടുക്കുമ്പോൾ അതൊരു അഫർമേഷൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി. എന്നും പോയിട്ട് നമ്മൾ ഇപ്പം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കടബാധ്യത മാറ്റി തരണേ ദൈവമേ എന്നുള്ളത് ഒരു 10 വട്ടം തന്നെ പറഞ്ഞാൽ മതി. അതൊരു അഫർമേഷൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിന് പകരം എന്റെ ജീവിതം സമ്പൽ സമൃദ്ധമാക്കണേ, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയാ എല്ലാവിധ സാമ്പത്തിക ഐശ്വര്യങ്ങളും തരണേ, ഇങ്ങനെയുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവിടെ എവിടെയും നെഗറ്റീവ് വേർഡ്സ് വരുന്നില്ല. നമ്മൾ ഈ കടബാധ്യത എന്നുള്ള കാര്യം പറയുമ്പോഴാണ് നമുക്ക് ശരിക്കും കടബാധ്യത ഉണ്ടാകും എന്ന് കരുതി നമ്മൾ ആ കടബാധ്യത എന്ന് പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ് കരുതുന്നത്? നിങ്ങളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ ഈ കടം അല്ലെങ്കിൽ അസുഖം എന്നുള്ള കാര്യം നമ്മുടെ വായ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് നെഗറ്റീവ് ഇമോഷൻ അല്ലേ? അത് നമുക്ക് ചിന്തിച്ചാൽ അറിയാലോ. അതുകൊണ്ടാണ് പറയുന്നത്, ആ ഇമോഷൻ വരുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ത്, നമ്മൾ എപ്പോഴും നമുക്ക് വേണ്ട കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനെ പോസിറ്റീവിലേക്ക് മാറ്റിയിട്ട് ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് മാത്രം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നെഗറ്റീവ് വേർഡ്സ് കടന്നു വരുന്നുണ്ടോ എന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അഥവാ വരുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആക്കിയ ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുക. അതായത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കിപ്പോ കടബാധ്യത മാറ്റി തരണേ എന്നതിന് പകരം നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ എന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയെക്കുറിച്ചുള്ള 2ാമത്തെ വീഡിയോ ആണിത്. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് നെഗറ്റീവ് വാക്കുകൾ പ്രാർത്ഥനയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന അതുകൊണ്ട് നടക്കാതെ പോകുന്നതും എന്നതിനെ കുറിച്ചാണ്. അപ്പൊ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഏത് രീതിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ വേഗം നേടിയെടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ചാണ്. അപ്പൊ എന്തായാലും അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ് ഫോർ മൈ വീഡിയോ.